2020 ദില്ലി കലാപ കേസിലെ 6 പ്രതികളെ വെറുതെ വിട്ടു. 6 പേരും നിരപരാധികളെന്ന് കോടതി. തെളിവുകളുടെ അഭാവത്തിലാണ് പ്രതികളെ വെറുതെ വിട്ടത്. വിവരങ്ങളുമായി ഇപ്പോൾ ഫെമിന ചേരുന്നുണ്ട്. ഫെമിന, കോടതി ഇതുമായി ബന്ധപ്പെട്ട് ചില നിരീക്ഷണങ്ങൾ കൂടി നടത്തിയിട്ടുണ്ടല്ലോ. ഇതൊരു തിരിച്ചടിയാണോ കേന്ദ്ര സർക്കാരിനെന്ന് തന്നെ മനസ്സിലാക്കാം. നമുക്കറിയാം, ഇപ്പോഴും ചിലർ ജയിലിലാണ്. തെളിവുകളുടെ കള്ള ന്യായങ്ങളുടെ അടിസ്ഥാനത്തിൽ പലരെയും ജയിലിൽ ഇട്ടിരിക്കുകയാണ് ഇപ്പോഴും. എന്താണ് ഈ വിധിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? കോടതി എന്താണ് പറഞ്ഞത്? ദില്ലി കലാപ കേസിൽ ദില്ലി പോലീസിനെതിരെ രൂക്ഷ വിമർശന കോടതി രംഗത്തെത്തിയിരിക്കുന്നത്. ഈ 2020 ദില്ലി കലാപ കേസിൽ നോർത്ത് ഈസ്റ്റ് ദില്ലിയിൽ ന്യൂ ഉസ്മാൻപൂരിൽ മസ്ജിദിന് സമീപം കടകൾക്കും വീടുകൾക്കും തീയിട്ട കേസിൽ പ്രതികളാണെന്ന് കണ്ടെത്തിയ 6 പേരെ വെറുതെ വിടുകയാണ് ഇപ്പോൾ കോടതി ചെയ്തിരിക്കുന്നത്. ഈ 6 പേരും നിരപരാധികളാണ് എന്നാണ് കർക്കുദുമ വിചാരണ കോടതി ഇപ്പോൾ പരാമർശിച്ചിരിക്കുന്നത്. ദില്ലി പോലീസിനെതിരെ കടുത്ത വിമർശനമാണ് കോടതി ഉയർത്തിയിരിക്കുന്നത്. കൃത്രിമ തെളിവുകൾ ഉണ്ടാക്കി സാക്ഷി മൊഴികൾ തെറ്റായി വ്യാഖ്യാനിച്ചു എന്നുള്ള കണ്ടെത്തലുകളാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. പോലീസ് കമ്മീഷണർക്ക് ഉത്തരവിന്റെ കോപ്പി നൽകാനുള്ള നിർദ്ദേശം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. പ്രേം പ്രകാശ്, ഇഷു ഗുപ്ത, അമിത്, രാഹുൽ എന്നീ 6 പ്രതികളെയാണ് കോടതി ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുന്നത്. ദില്ലി പോലീസിനെതിരെ കടുത്ത വിമർശനമാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ശരി, ഫെമിനയാണ് ദില്ലിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. 2020 ദില്ലി കലാപ കേസിലെ 6 പ്രതികളെ വെറുതെ വിട്ടു. 6 പേരും നിരപരാധികളാണെന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്.